നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ചർച്ചയ്ക്കുള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഷൈനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഷൈനിയുടെ കേസിൽ ഈ ആളിന് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ജാമ്യം കിട്ടാൻ എന്തായിരുന്നു കാരണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൃത്യമായി കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. അതിനകത്തൊക്കെ വലിയ ഉൾക്കളികളാണ് നടന്നിട്ടുള്ളത്. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോണി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാം. കോടതിയിൽ ചെന്നിട്ട് പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു ഡോക്യുമെൻസും ഒരു സപ്പോർട്ടിങ് എവിഡൻസും ഇല്ലാതെ പോലീസ് പറയുകയാണ്, ഇതുപോലെ അവസാനമായി ഫോൺ കോൾ ചെയ്തത് ഇദ്ദേഹമാണ്, ചാകു, നീ നിൻ്റെ കുട്ടികളും കൂടി പോയി ചാകു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർത്ഥിക്കുകയാണ്. ഇത് പത്രവാർത്തകളിൽ വരികയാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അത് പറയുകയാണ്, പോലീസ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെന്ന്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഒരു കാര്യം കോടതിയിൽ പറഞ്ഞാൽ കോടതിയിൽ ജയിക്കില്ല എന്ന്, ഇദ്ദേഹത്തിന് ഈസിയായിട്ട് ജാമ്യം കിട്ടുമെന്ന് പോലീസിന് കൃത്യമായി അറിയാം. എന്തുകൊണ്ടാണ് 3 ദിവസം ഫോൺ കാണാതായപ്പോൾ പോലീസ് പറയുന്നുണ്ടായിരുന്നു, ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിത് മൊത്തം പൊളിച്ചെടുക്കുമെന്ന്. ഫോൺ കിട്ടിയല്ലോ, ഫോണിലെ ഒരു രേഖകളും പുറത്തേക്ക് വന്നിട്ടില്ല. ഇദ്ദേഹം പറയുന്ന ഫോണിലെ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് അത് കോടതിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനു മുന്നിലും നിരന്തരം ഇദ്ദേഹം നടത്തിയ ഭീഷണികളെല്ലാം ഒന്നൊന്നായിട്ട് പുറത്തു വരികയും ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ആരെയാണ് ഇവിടെ പോലീസ് പേടിക്കുന്നത്? ആരാണ് ഇതിൻ്റെ പിന്നിലെ കളിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ശക്തമായ കളികൾ നടക്കുകയാണ്. ഒരു പാതിരി, ആ പാതിരി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയാം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്താത്തത്? 4 പത്രക്കാരെ വിളിച്ചിട്ട് ഇതായിരുന്നു, കുടുംബ പ്രസിദ്ധി ഞാനില്ല, ഞാനൊരു ലോഹയിട്ട ആളാണ്, ഞാൻ എന്നും ഇവിടെ നിന്ന് ഉറങ്ങുന്നത് ആ വീട്ടിലല്ല എന്ന് പറയാത്തത് എന്താണ്? 365 ദിവസത്തിൽ 300 ദിവസവും ആ വീട്ടിൽ കിടന്നുറങ്ങുകയും വൈകുന്നേരം ഇന്ന ഫുഡ് വേണമെന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചു കൊടുക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്ന ഒരു തൊഴിലാളിയായിരുന്നു ഷൈനി. ജോലി ചെയ്ത ആൾക്കാരാണ് പറയുന്നത്. വൈകുന്നേരത്തേക്ക് ഇന്ന് അച്ഛൻ വരുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്തെല്ലാം വേണം, ആ വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് 4 വർഷമായി മിണ്ടിയിട്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഖസൗകര്യങ്ങൾ തേടി അദ്ദേഹം അവിടെ നടക്കുകയൊക്കെ ചെയ്ത് ഇദ്ദേഹം ഈ കേസിൽ പുറകിൽ നിന്നിട്ട് കളിക്കുകയാണ്. ഒരു സ്ത്രീയെയും അവരുടെ രക്തത്തിൽ പിറന്ന അവൻ്റെ ജ്യേഷ്ഠൻ്റെ, അവൻ്റെ രക്തത്തിൽ എന്ന് പറയുമ്പോൾ തെറ്റായിട്ട് വിചാരിക്കണ്ട, അവൻ്റെ കുടുംബത്തിൻ്റെ രക്തമാണല്ലോ, ആ രക്തത്തിൽ പിറന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങളും ചതഞ്ഞരിഞ്ഞ് മരിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഒരു ഖേദം പറയാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ആരെങ്കിലും കണ്ടോ? അദ്ദേഹം പക്ഷേ ഇപ്പോഴും പുറകിലിരുന്നു കൊണ്ട് സഭയെ കരുവാക്കി കളിക്കുകയാണ്. സഭയെ കരുവാക്കി കളിക്കാൻ സഭയുടെ കയ്യിൽ സഭയുടെ ധാരാളം ഡോക്യുമെൻസുകൾ, കേസുകൾ നടത്തിയ ഡോക്യുമെൻസുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ബാക്കി സോണി പറയും. ഇപ്പം സിസ്റ്റർ അഭയ കേസ് പോലെ ആയി മാറുമോ, തേഞ്ഞു പോകുമോ എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം പല പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഫോൺ രേഖകൾ എടുത്തു എന്ന് പറയുന്നു, പക്ഷെ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നെ ഷൈനിയുടെ മകൻ ആ കുടുംബത്തിൽ താമസിക്കുന്നുണ്ട്. അവനാണ് ഇനി അവിടെ ഒരു തെളിവ്. അവനൊരു ഭീഷണിയായിട്ട് ഇവർ മാറുമോ എന്നുള്ളതും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസി സമൂഹം സജീവമായി രംഗത്ത് വന്നാലേ ഇതിനൊരു തീർപ്പുണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പം ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പായ വിട്ട ഒരു വ്യക്തി ആ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തീർച്ചയായും ലജ്ജാകരമാണ്. ശരിക്കും പറഞ്ഞാൽ രൂപത അധികാരികളാണ് അതിന് വിശദീകരണം നൽകേണ്ടത്. പുരോഹിതനായി കുപ്പായ വിട്ടൊരു വ്യക്തി വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പരപ്പുണ്ടാക്കിയാണ്. ഇത്രമാത്രം സ്വാതന്ത്ര്യം സഭ കൊടുക്കുന്നുണ്ടോ? സിസ്റ്റർ അഭയം ഈ രൂപതയിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു. ഈ രൂപതയിലുള്ള വൈദികർക്കെതിരെയും കന്യാസ്ത്രീക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. അതേപോലെ തന്നെ ഇതൊരു വിഷയമായി മാറുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാനാണ് സാധ്യത. ഷൈനിയോടൊപ്പം തന്നെ മരണപ്പെട്ട മക്കൾക്കും ഷൈനിയുടെ മകനും ഒപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഇത്രയൊക്കെ പ്രതികരണം ഉണ്ടായിട്ടും സഭയും ഒക്കെ മൗനം പാലിക്കുന്നു. നോബി എന്ന് പറഞ്ഞ വൈദികൻ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് സഭയ്ക്കും സഭയുടെ മേലധികാരികൾക്കും ഒക്കെ അറിയാം. ആ വൈദികൻ എവിടെയെന്നൊന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് സഭയോ സഭയുടെ അധികാരികളോ തയ്യാറാകുന്നില്ല. ഇതിനെയാണ് വിശ്വാസ സമൂഹം ചോദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ, അല്ല ചോദ്യം ചെയ്യാത്തടത്തോളം, വിശ്വാസികൾ ചോദ്യം ചെയ്യാത്തിടത്തോളം കാലം ഇവർക്ക് എല്ലാ കാര്യത്തിലും മൗനാനുവാദം കൊടുക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. ഇവർ കാണിക്കുന്ന തോന്നിയാസങ്ങൾക്കൊക്കെ വിശ്വാസികൾ മൗനാനുവാദം കൊടുക്കുന്നു. ഷൈനിക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ ചോദ്യം ചെയ്യണം. അത് ഏത് മേലധികാരികളാണെങ്കിലും. ഇല്ലെങ്കിൽ ബോബി അച്ഛനെതിരെ
നാട്ടുകാർ പ്രതികരിക്കുന്നു, വൈദികൻ വർഷങ്ങളോളം വീട്ടിൽ തന്നെ താമസിച്ചെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പുറത്തു വന്ന വിവരങ്ങളാണ്. നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ട സഭയാണ്. ബോബി അച്ഛൻ നീതിമാനാണോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതൊക്കെ നിയമം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം പുറത്തുനിന്ന് പറയട്ടെ. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചവരുണ്ട്. അദ്ദേഹം ചുമ്മാ ഒരാളല്ല. അദ്ദേഹം അദ്ദേഹം വലിയ രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഒരു വൈദികനാണ്. ഒപ്പം തന്നെ ധാരാളം വിശ്വാസികളുള്ള ഒരു വലിയ രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം ഇതിന് സമാധാനം പറയാൻ ബാധ്യസ്ഥനാണ്. ആ വൈദികന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അമ്മയും 2 പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തത്. അപ്പൊ അതിന് അദ്ദേഹം വിശദീകരണം പറയാൻ ബോബി അച്ഛനാണ് തയ്യാറാകേണ്ടത്. അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വൈദികരും വിമർശനത്തിന് അതീതരായിട്ട് നിലനിൽപ്പെടും. ഇപ്പൊ തന്നെ അഭയ കേസ് വന്നു. അഭയ കേസുകൾ വരുമ്പോൾ ഒത്തിരി സാധാരണക്കാരായ പാവങ്ങളായ നല്ല ആത്മീയതയുള്ള ഒരുപാട് വൈദികരുണ്ട്. ഇവരുടെ നേരെയും ചൂണ്ടപ്പെട്ടുകയാണ് വിശ്വാസിക സമൂഹത്തിന്റെ ഇടയിൽ നിന്ന്. അപ്പൊ ഇതൊക്കെ സഭ മനസ്സിലാക്കേണ്ടതാണ്. സഭയിൽപ്പെട്ട വൈദികർക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം നീതിമാനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ബാധ്യത സഭയ്ക്കും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്കുമുണ്ട്. അല്ലാതെ അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കുടുംബ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഷൈനി തന്നെ പള്ളിയിൽ ചെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ഒക്കെ ആ കുടുംബ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ അച്ഛൻ എന്ത് പരിഹാരമാണ് ആ കുടുംബത്തിൽ നടത്തിയത്? എന്ത് പരിഹാരമാണ് നടത്തിയത്? അവരുടെ കുടുംബത്തിന് എടുത്ത 3 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഷൈനിയുടെ കേസാക്കി അവിടേക്ക് കോടതിയിലേക്ക് ചർച്ച വരുമ്പോൾ അത് കോടതിയിൽ പോട്ടെ എന്ന് പറയുന്ന പരിഹാരമാണോ അദ്ദേഹം നടത്തുന്നത്? അദ്ദേഹത്തിന് ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവാണ്. പിതാവിന്റെ അസുഖത്തിന് വേണ്ടി എടുക്കുന്ന പണം തിരിച്ചടയ്ക്കാൻ ഏറ്റുമാനൂർ ജനിച്ച കുര്യാക്കോസിന്റെ മോൾക്ക് എന്താണ് ബാധ്യത? ജനിപ്പിച്ച പിതാവിന്റെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമായിട്ട് പെരുമാറാൻ ആ മക്കൾക്കല്ലേ കടമ? മരുമക്കളുടെ പണം കൊണ്ടുവന്നിട്ടാണോ അച്ഛനെ ചികിത്സിക്കേണ്ടത്? വീടിന്റെ മുകളിൽ ഒരു അരമന പണിയാൻ അതിന് ഈ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഈ പണത്തിന്റെ ഭാഗം ഉപയോഗിച്ചെങ്കിൽ അതിന്റെ ബാധ്യത ആർക്കാണ്? അച്ഛനായിരുന്നില്ലേ? അച്ഛൻ തീർച്ചയായിട്ടും സഭയെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. സഭയുടെ അച്ഛന്മാർക്കെതിരെയും ഒക്കെ പല കേസുകൾ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ കേസുകളുടെ എല്ലാം ഫയലുകെട്ടുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നാളെ ഇവർക്കൊരു ഭീഷണിയാകും എന്നുറപ്പുള്ളത് കൊണ്ടല്ലേ സഭ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. എവിടെയാണ് ഇദ്ദേഹം എന്തുകൊണ്ടാണ്? ഞാൻ തെറ്റുകാരനല്ലെങ്കിൽ എന്തിന് ഞാൻ ഒളിച്ചിരിക്കണം? IB ഉദ്യോഗസ്ഥയെ കൊന്ന കേസിൽ ആ പ്രതി ഒളിവിലാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹവും ഒളിച്ചിരിക്കുകയാണ്. IB ഉദ്യോഗസ്ഥയെ കൊന്ന ആള് പ്രതി അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങി വരത്തില്ലേ? അതേപോലെ തന്നെയല്ലേ ഇദ്ദേഹത്തിന് എന്താണ്? എൻ്റെ സഹോദരൻ്റെ ഭാര്യ മരിച്ചു, ഞാനെന്ത് വേണം? ഞാനിവിടെ നടക്കുകയാണ്, ഞാനിവിടെ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറയൂ. ഒരു പത്രക്കുറിപ്പിറക്കൂ. സഭയ്ക്ക് ബാധ്യതയില്ലേ? പുരോഹിതന്മാർ ആസ്വദിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സഭാ മക്കളുടെ വിയർപ്പാണ് എന്ന് മനസ്സിലാക്കണം. അഭയ കേസ് മുതൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾ വാരിയെറിയുമ്പോൾ ഈ ഷൈനിമാരുടെ പട്ടിണി കിടക്കുകയായിരുന്നു. ഒരു നേരത്തെ ആഹാരമില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ ആഹാരത്തിൻ്റെ പങ്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് സ്വോത്രകാഴ്ച നൽകിയിട്ടുണ്ട്. ആ സ്വോത്രകാഴ്ച ഉപയോഗിച്ചാണ് നിങ്ങൾ വീഞ്ഞും ഒക്കെ കഴിക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. അവരോട് നിങ്ങൾ ഇതൊക്കെ കഴിച്ചോളൂ, നിങ്ങൾ സുഖലോലുപനായി ജീവിച്ചോളൂ. പക്ഷേ ഈ സഭാ മക്കൾക്ക് ഉണ്ടാകുന്ന കണ്ണുനീർ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ പറ്റുന്നത് വലിയ മാധ്യമങ്ങളെ മാത്രമാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ കഴിയില്ല. കാരണം അത് അത്രമാത്രം സജീവമാണ്. ഇനിയുള്ള കാലം സോഷ്യൽ മീഡിയ ആയിരിക്കും ഇവിടെ കാര്യങ്ങൾ, ഇത്തരം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ കൃത്യങ്ങൾ, വൃത്തികേട് പുറത്തു കൊണ്ടുവരുന്നതും ഈ സോഷ്യൽ മീഡിയ ആയിരിക്കും. നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ പറ്റുന്നത് വലിയ മാധ്യമങ്ങളെയാണ്. നിങ്ങൾ അവരെ മൂടിക്കെട്ടിക്കോളൂ. പക്ഷേ പിന്നെ ദൈവം ചോദിക്കും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ദൈവത്തിന് ഇത്ര നൂറായിരം കാര്യങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അത് വിശ്വാസമുണ്ട്, അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് വിശ്വാസം ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ദൈവം ഒന്നും ചിന്തിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് കാണുമായിരിക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇവിടെ ഈ കോടതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു കുടുംബത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോറാണ് നിങ്ങൾ കഴിക്കുന്നത്, അവരുടെ രക്തമാണ് നിങ്ങൾ കുടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇടയിലാണ് ഷൈനിയുടെ മകൻ ജീവിക്കുന്നത്. അവന്റെ ജീവൻ അപകടത്തിൽ ആകുന്ന ഒരു സ്ഥിതിയാണ്. ഇത്രയും പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും മാധ്യമങ്ങളും ഒക്കെ നടത്തുമ്പോഴും ഒരു പ്രതികരണം ആ കുടുംബത്തിൽ നിന്നോ സഭയിൽ നിന്നോ ഇല്ലാതെ വരുമ്പോൾ ഇവൻ എന്ത് വിശ്വസിച്ചാണ് അവരുടെ കൂടെ താമസിക്കാൻ പറ്റുന്നത്? ആകപ്പാടെ ഷൈനിയുടെ എന്ന് പറയുന്നത് ഒരു തെളിവ്, അല്ലെങ്കിൽ ഷൈനിയുടെ സ്വന്തം എന്ന് പറയാൻ ആ വീട്ടിലുള്ളത് ഈ മകനാണ്. ഇവന്റെ ഭാവിയും സുരക്ഷിതത്വം സർക്കാരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ കൊടുക്കണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. സ്വന്തം ഇടവകയിൽ ഏതെങ്കിലും ഒരു അംഗം ഒരു വൈദികനായിട്ട് വന്നാൽ
കെട്ടഴിച്ച് വിട്ടേക്കുവാണോ പോയി കറങ്ങാനും? ഇപ്പൊ സിഡ്നിയിലോ USA അമേരിക്ക ഇങ്ങനെ ജപ്പാനിലോ ജർമ്മനിലൊക്കെ കറങ്ങാൻ ഇങ്ങനെ സഭ എങ്ങനെ അഴിച്ചുവിട്ടിരിക്കുകയാണോ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? സ്വന്തം സമൂഹത്തോടെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ ഒരു വൈദികന്? ഒരു കന്യാസ്ത്രീ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ. അതാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഒരു രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളെയും ഒരു സ്ത്രീയെയും കൊന്നു തള്ളിയിട്ട് ആ കുടുംബത്തിന് യാതൊരു കുഴപ്പമില്ല. ആ കുടുംബത്തിലെ പ്രശ്നം പരിഹരിക്കേണ്ട അച്ഛൻ യാതൊരു പ്രശ്നവുമില്ലാതെ ഇങ്ങനെ കഴിയുകയാണ്. സ്വന്തം വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു വൈദികനായി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിൽ വന്ന് താമസിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ അന്വേഷിച്ചിറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ വൈദികൻ ആ വീട്ടിൽ വർഷങ്ങളോളം താമസിക്കുകയാണ്. മേളത്തെ നിലയിൽ ഒരു മുറി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സഭ അറിഞ്ഞിട്ടാണോ എന്നാണ് മനസ്സിലാകാത്തത്. ഇല്ലെങ്കിൽ സഭ കൃത്യമായിട്ട് ഇതിന് വിശദീകരണം മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ കൊടുക്കണം. ഇടവക ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ സഭാ സമൂഹം ബാധ്യസ്ഥരാണ്. കാരണം ഇടവകാംഗങ്ങൾ ഇല്ലെങ്കിൽ സഭയില്ലല്ലോ. ഇടവകയെ ഇല്ല, അച്ഛന്മാരും കാണുകയില്ല, ഒന്നും കാണുകയില്ല. അംഗങ്ങളില്ലെങ്കിൽ വിശ്വാസം തന്നെ നശിച്ചു പോകുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇങ്ങനെ വരുമ്പോഴാണ് അങ്ങനെ പ്രതികരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല വൈദികർ യോജിച്ച സംഗതി അല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇത് സിസ്റ്റർ അഭയ പോലെ ആകാതിരിക്കാൻ പൊതുസമൂഹം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ടോണി പറയുന്നുണ്ടായിരുന്നു ഷൈനിയുടെ മകന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഷൈനിയുടെ മകന് ഇതെല്ലാം അറിയാം. കാരണം ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ട് സിബിയുടെ വീട്ടിലായിരുന്നു ഷൈനിയുടെ മകൻ ഉണ്ടായിരുന്നത്. ആ വീട്ടിലേക്ക് ജാമ്യം കിട്ടിയിട്ട് നേരെ നോബി എത്തുമ്പോൾ ഈ പയ്യൻ റൂമിൽ കയറി കഥകടച്ചു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താത്തത്. അച്ഛനെ കാണാൻ വിസമ്മതിക്കുന്ന ഒരു മകനാണുള്ളത്. ആ മകനെ പോലീസ് സമാധാനമായിട്ട് അവനോട് കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ ഈ കേസിൽ ഒന്നാം തരം തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മകൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ഈ കേസിൽ ദൈവം നേരെ ഇറങ്ങി വന്ന് ശിക്ഷിക്കേണ്ടി വരും. കാരണം ഇവരാരും ഈ സഭയോ ഒക്കെ ആഭ്യന്തരമന്ത്രി തൊട്ട് താഴോട്ട് ആരെയും വിളിക്കാനും ഈ കേസ് ഇങ്ങനെ മതി, അതങ്ങ് പൊക്കോട്ടെ എന്ന് പറയാനും അവർക്ക് ശക്തിയുണ്ട്. അത് ഈ പൊതുജനങ്ങളുടെ ഇത്രയും ജനങ്ങൾ ഞങ്ങളുടെ പിന്നിലുണ്ട് എന്ന് കാണിച്ചിട്ടാണ് ഇവരിതെല്ലാം ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ കൈകടത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുദ്ദേശിക്കേണ്ട നിങ്ങളുടെ എല്ലാം പുറകിൽ ഇവരെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കേണ്ട. ഇവരുടെയൊക്കെ കണ്ണുനീര് ഉണ്ട്, ഇവരുടെയൊക്കെ ശാപങ്ങളുണ്ട്, മരിച്ച ആത്മാക്കളുടെ ശാപങ്ങൾ നിങ്ങളുടെ മുകളിലുണ്ട്. അതെല്ലാം നിങ്ങൾ വലിച്ചു കെട്ടാൻ തയ്യാറാക്കിക്കോളൂ. നോബി കിട്ടേണ്ട അല്ലെങ്കിൽ ബോബിക്ക് കിട്ടേണ്ട ഒരു ശാപവചനങ്ങളൊക്കെ ഒരു സഭ മൊത്തമായിട്ട് കൊട്ടേഷൻ നൽകി ഏറ്റെടുക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ദയവായിട്ട് ഈ സഭ ഈ പ്രശ്നത്തിൽ നിന്ന് ബോബി അച്ഛനെ പുറത്തു കൊണ്ടുവരണം. ബോബി അച്ഛൻ നീതിവാനാണെങ്കിൽ സഭയുടെ അധികാരികൾ സഭയിലെ വിശ്വാസികൾക്ക് നോട്ടീസ്, ഒരു പത്രക്കുറിപ്പോ അല്ലെങ്കിൽ അവർക്കൊരു ലേഖനം അവർക്ക് കൊടുക്കണം. ഞങ്ങൾ ഇതിനകത്തെ ബോബി അപരാധിയാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അപരാധിയാണ് എന്ന് പറഞ്ഞ് പോലീസിൽ പിടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറരുത്. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാധ്യമങ്ങൾ സജീവമായിട്ട് ഷൈനിക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പം ഇത് വിശ്വാസ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സിസ്റ്റർ അഭയയുടെ കാര്യത്തിൽ എന്ന പോലെ ഇത് പലതും തേഞ്ഞു മാഞ്ഞു പോകും. ഇത് വർഷങ്ങളായിട്ടും അവർക്ക് നീതി കിട്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് ഏത് സഭയിലാണ്, ഏത് സമൂഹത്തിലാണെന്നുള്ളതും സിസ്റ്റർ അഭയ ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സമൂഹത്തിൽ തന്നെയാണ് ഷൈനി ജീവിച്ചതും ഇപ്പം ഷൈനിക്ക് അവസ്ഥ വന്നതും. അപ്പം ചോദ്യം ചെയ്യേണ്ടടുത്ത് വിശ്വാസികളും ചോദ്യം ചെയ്യാൻ തയ്യാറായാൽ ഈ പ്രശ്നം ഷൈനിക്ക് നീതി കിട്ടും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഷൈനിക്ക് നീതി കിട്ടും എന്ന് പറഞ്ഞിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിലും വലിയ ക്രിമിനലുകളാണ് അവിടെ വാഴുന്നത്. അപ്പോൾ ഷൈനിയുടെ മകനും സുരക്ഷിതത്വം ആവശ്യമാണ്. അപ്പം വിശ്വാസ സമൂഹം രംഗത്തിറങ്ങണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കേരളമാണിത്. കേരളത്തിലൊരു പട്ടി ചത്താൽ പോലും ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാവും. അവിടെ ആ പട്ടി എങ്ങനെ ചത്തു, ആരാണ് വിഷം കൊടുത്തത്, ആരാണ് തല്ലിക്കൊന്നത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാകും. ഇന്ന് വരെ ഷൈനിയുടെ കേസിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 100 പേര് ഞങ്ങളോട് ക്യാമറയുടെ മുന്നിൽ പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ പിന്നിൽ സാറേ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പറയുന്ന ആൾക്കാരൊക്കെ ഉള്ള ആ നാട്ടിൽ ഏറ്റുമാനൂരില്ല, അല്ലെങ്കിൽ തൊടുപുഴയില്ല, ഒരു ആക്ഷൻ കൗൺസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതാരാണ് ഈ കേസ് നടത്തുന്നത്? ഗുജറാത്തിൽ നിന്നൊരാൾ നേരിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ അതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം, നിങ്ങളൊരു വക്കീലിനെ ഏർപ്പെടുത്തൂ എന്ന് പറയുകയാണ്. ദൂരെ ഒഴിക്കുന്ന ആൾക്കാർക്ക് പോലും അവർക്കിത് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളൊക്കെ കരഞ്ഞു പറയുന്നു, പപ്പ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പപ്പ ചെയ്യണമെന്ന് പറഞ്ഞ് അവരോട് പറയുന്നു. അപ്പോൾ അവർ ഒരു വക്കീലിനെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളെയാണ് സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഒരു വിഷമം നിങ്ങൾ നാട്ടുകാർക്കില്ലേ? ഏറ്റുമാനൂരെ ഷൈനി ജനിച്ചു വളർന്ന നാട്ടിലെ ആൾക്കാർക്കില്ലേ?
അതേപോലെ തന്നെ തൊടുപുഴയിൽ ഇത്രയും വർഷമായി നല്ല പേര് മാത്രം കേൾപ്പിച്ചിട്ടുള്ള ആ പെൺകുട്ടിയെ ജ്ഞാനായ സഭയ്ക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാവുന്ന സ്വഭാവശുദ്ധിയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ നിങ്ങൾ നാട്ടുകാരായിരുന്നില്ല ഉണ്ടായിരുന്നത്, പ്രവാസികൾക്ക് വരേണ്ടി വന്നു. ഈ 13 സ്ത്രീകളെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ബോബിയുടെ പടിക്കൽ സത്യാഗ്രഹം ഇരുത്തേണ്ടതല്ലായിരുന്നു. ഒരു ആക്ഷൻ കൗൺസിലിൻ്റെ അഭാവം കൊണ്ടല്ലേ അതെല്ലാം സംഭവിച്ചത്. അതിന് ആ ഷൈനി എന്ന് പറയുന്ന അഭിമാനത്തോടെ ജീവിച്ച ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് ആ കടം വീട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാനടക്കം ഉള്ള ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തു വിടുന്ന ഞങ്ങളടക്കം ഞങ്ങൾക്കൊക്കെ ലജ്ജ തോന്നുന്നുണ്ട്. ആ ലജ്ജ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ടോം ജോസ് തടിയമ്പാടി ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാകണം. ഇനിയെങ്കിലും ആ ഷൈനിയുടെ കേസ് പോലെ മറ്റൊരു ഷൈനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. വേറെ ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.